വിശുദ്ധയാം ചെറുപുഷ്പമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുഗ്രഹമാം സൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ. വിശുദ്ധയാം ചെറുപുഷ്പമേ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേനയുടെ 8-ാം ദിവസമായ ഇന്ന് എല്ലാവരെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിശുദ്ധിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചു. കുറേ ആളുകളൊക്കെ ഉപവാസമെടുത്ത് ത്യാഗപ്രവർത്തികൾ ചെയ്ത് ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിടയിൽ രോഗികളായിട്ടുള്ള എല്ലാവരെയും ഈ നൊവേനയിലേക്ക് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ സൗഖ്യത്തിൻ്റെതായിട്ടുള്ള റോസാപുഷ്പങ്ങൾ അവരിലേക്ക് വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, 8-ാം ദിവസമായി ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ദൈവവചനത്തിന് വേണ്ടിയിട്ടാണ്. ദൈവവചനത്തിന് വേണ്ടി വിശുദ്ധ കൊച്ചുത്രേസ്യ ഇത്രമാത്രം ദൈവവചനത്തെ സ്നേഹിച്ച വിശുദ്ധരുണ്ടാവുകയില്ല. അവളുടെ തൻ്റെ ആത്മകഥയായ നവമാലികയിൽ ഒരുപാട് പ്രാവശ്യം ദൈവവചനം ഇങ്ങനെ ചേർത്തുകൊണ്ടിരുന്നു. അവൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ താൻ സ്നേഹിച്ചിരുന്ന ഈശോയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചു. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ എന്താ ചെയ്തത്? മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുവാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഒന്നും പോയില്ല. അവൾ തൻ്റെ റൂമിൽ വന്ന് വിശുദ്ധ ഗ്രന്ഥം തുറന്നു. ദൈവത്തിൻ്റെ വചനം തുറന്നപ്പോൾ ദൈവം അവളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവൾ ഉത്തരം കണ്ടെത്തിയത് വിശുദ്ധ ഗ്രന്ഥത്തിലായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ 8-ാം ദിവസമായി ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നാണ്, ഇന്ന് മുതൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കാൻ വേണ്ടി തുടങ്ങും. വിശുദ്ധ കൊച്ചുത്രേസ്യ സമൂഹത്തിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഈ സഹോദരി മറ്റുള്ളവരൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും തിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം കൊച്ചുത്രേസ്യ ഈ സഹോദരിയെ തിരുത്തുവാൻ വേണ്ടി മനസ്സിലൊരാഗ്രഹം തോന്നി, ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി. അതിനുവേണ്ടി കൊച്ചുത്രേസ്യ 1 മാസത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങി. ഒരു സഹോദരിയെ ഒരു കാര്യം പറഞ്ഞ് തിരുത്തുവാൻ വേണ്ടി കൊച്ചുത്രേസ്യ എന്ത് ചെയ്തു? 1 മാസത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങി. ആ സഹോദരിയെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ദൈവവചനം ഒരു വാക്ക് ആ സഹോദരി പ്രത്യേകമായി പറഞ്ഞു. ആ സഹോദരി ആ കാര്യം മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും തൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ തിരുത്തുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ബുദ്ധികൾ കൊണ്ടൊക്കെയാണ്. പക്ഷേ വിശുദ്ധ കൊച്ചുത്രേസ്യ മറ്റുള്ളവരെ തിരുത്തിയത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ച് ദൈവവചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായപ്പോൾ അവൾ എന്ത് ചെയ്തു? വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ വേണ്ടി തുടങ്ങി. അവളുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളിലൂടെ അവിടെ കടന്നുപോയി. ഒരുപാട് രോഗസംബന്ധമായ കുരിശിൻ്റെ വഴിയിലൂടെ അവൾ കടന്നു പോയപ്പോൾ അവൾ വിശുദ്ധ ഗ്രന്ഥം തുറന്നു. ക്ഷയരോഗം ബാധിച്ച് പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ നല്ല ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ പഴുത്ത സൂചി പഴുപ്പിച്ച് കൊച്ചുത്രേസ്യയുടെ പുറത്ത് ഇങ്ങനെ കുത്തുമായിരുന്നു ഈ രോഗസൗഖ്യം ഉണ്ടാകാൻ വേണ്ടി. ആ ഓരോ സൂചി കുത്തുമ്പോഴും ആ സൂചി കുത്തുന്ന വേദനയിൽ ഒരു വാക്ക് പോലും അവൾ ഉരിയാടിയില്ല. ഒരു വാക്ക് പോലും അവർ കരയുകയോ ഒച്ചപ്പാട് ഉണ്ടാക്കുകയോ ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞു ഈ സഹോദരിക്ക് എന്ത് സഹനശക്തിയാണെന്ന് പോലും. അവൾ എന്ത് ചെയ്തു? ആ സഹനങ്ങളെല്ലാം ക്രൂശിതനോട് ചേർത്ത് നിർത്തി. ഹല്ലേലൂയ. അവൾ കടന്നുപോയ എല്ലാ സഹനങ്ങളും ക്രൂശിതനോട് അവൾ ചേർത്ത് നിർത്തി. അവൾ പറയുകയാണ്, ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് ഞാൻ എൻ്റെ എല്ലാ സഹനങ്ങളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അവൾക്കിതിന് പറ്റിയത്
അവൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ ഈശോയെ കണ്ടെത്തിയതുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവമേ, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ ദൈവവചനത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കന്മാരെയും മക്കളെയും നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷത്തിൻ്റെ ആത്മാവ്, അഭിഷേകം നമ്മളിൽ ഓരോ ആളിലേക്കും വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ സുവിശേഷത്തിലെ ഈശോയെ കണ്ടെത്തിയതുപോലെ, ഈശോയെ അടുത്ത് അറിഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ കഴുകി വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ദൈവവചനം കൊണ്ട് നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടത്താൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയും നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിൻ്റേതായി നീ സ്വീകരിക്കണമേ. പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾക്കിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാം. അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ, എനിക്ക് ഏറ്റവും ആവശ്യമായ ഈ നിയോഗത്തെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാധിച്ചു തരണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യയെ, എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. ആമേൻ, ആമേൻ. വിശുദ്ധയാം ചെറുപുഷ്പമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുഗ്രഹമാം സൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ. വിശുദ്ധയാം ചെറുപുഷ്പമേ,